ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ബോൾസം പ്ലാന്റ് നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനത്തെ അനുഭവം? ബോൾസം പ്ലാന്റിൻ്റെ മൂട് നല്ല ഹെൽത്തി ആയിട്ട് നിന്നിട്ട് ചീഞ്ഞ് വാടി പോകുന്ന ഒരിത് നിങ്ങൾക്കുണ്ടോ? എൻ്റെതും അത്ര ഹെൽത്തിയല്ല, മഴയൊക്കെ വെള്ളമൊക്കെ വീണ് ഒരു ഇതായിട്ടിരുന്ന് എൻ്റെ മൂട് ചെടിയൊക്കെ ചെറിയ വാട്ട. അങ്ങനെ നോക്കിയപ്പോഴാണേ നമ്മൾ ബോൾസം പ്ലാന്റിൻ്റെ ചുവട് മാറ്റി നോക്കിയപ്പോൾ ഇലയൊക്കെ ചീഞ്ഞതും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ചെയ്ത് കൊടുക്കണം. ചുവട്ടിലൊക്കെ ഇലകൾ വീണ് കിടക്കും, ചീഞ്ഞിടക്കും. അത് പോയിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ചുവട്ടിൽ കണ്ടറിയാൻ നിറയെ ചോനാനാണേ കാണാൻ പറ്റുന്ന കുഞ്ഞ് നിറയുണ്ട് ഇതിനകത്ത്. അതൊരു മുഞ്ഞ കണക്കുള്ളൊരു സംഭവം കൊണ്ടുവന്ന് എല്ലാ ചെടികളിലും ഇപ്പോൾ എൻ്റെ ഈ ഒരു ചെടിയിലായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ ചെടികളിലും ഇത് മൊത്തമായിട്ടാവേ. നമ്മളെ ചെടികളെല്ലാം വാടി ഇതുപോലെ അഴുകി അങ്ങ് പോവും. എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ബോൾസം പ്ലാന്റ് ഉള്ളവർ എല്ലാവരും ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അറിയാൻ പറ്റില്ല അതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിൽ നിന്ന് ഒരു ചെടിയൊക്കെ നമുക്ക് നശിച്ചു പോകും, എല്ലാം മൊത്തവും പോകില്ല. അതെങ്കിലും ബാക്കിയെങ്കിലും രക്ഷപ്പെടുത്താം. അങ്ങനെ തണ്ട് ചീഞ്ഞു പോകാതിരിക്കാനൊക്കെ ഞാൻ ചെയ്യുന്നത് സാഫാണേ. സാഫ് കലക്കി വെള്ളം പ്ലാന്റിന് ഒഴിക്കുന്ന രീതിയൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലർക്കൊക്കെ ഭയങ്കര ഡൗട്ടാണ്. ഇതാണ് സാഫ്. ഇതാ ഞാൻ ഒരു പാത്രം ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇതിനൊരു 2 സ്പൂണ്, ഈ ചെറിയ സ്പൂണാണ് ഇതാ ഇങ്ങനത്തെ ഈ സ്പൂണിന് 2 സ്പൂണ് സാഫ് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കണേ. ഇതല്പം കൂടിപ്പോയാലും പ്ലാന്റിനൊരു കുഴപ്പമൊന്നുമില്ല. കൂടിയാലും ടെൻഷൻ അടിക്കണ്ട. ഇത് നന്നായിട്ട് കലക്കിയിട്ട് നമുക്ക് ഈ പ്ലാന്റിൻ്റെ ചുവട്ടിലും ലീഫിലും ഒക്കെ തളിച്ചു കൊടുക്കാമേ. ലീഫിൽ തളിച്ചു കൊടുക്കാം, മുട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യണം. നമ്മൾ മഴയാകുമ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മളെ പ്ലാന്റിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരണത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കണക്കാക്കി ഒഴിച്ചു കൊടുക്കണം. കൂട്ടുകാരെല്ലാവരും ഒരു ചെടി ഉണ്ടെങ്കിലും 2 ചെടി ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് പ്ലാന്റ് നല്ലതായിട്ട് കിട്ടുള്ളൂ. മറ്റേത് നമ്മളേന്ന് ചീഞ്ഞ് അഴുകി അങ്ങ് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും വാടി വീഴണത്. നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതുപോലെ പഴയതുപോലെ വരാൻ ഭയങ്കര താമസമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെടിയിൽ മൊത്തം ചോനാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ചെടികളിൽ എല്ലാത്തിലും ആയി ഇങ്ങനെ നടക്കണേ. ഇതാണ് ഈ മുഞ്ഞ കണക്കുള്ള ഒരെണ്ണം പ്രാണിയെ കൊണ്ടുവരണത്. അതാണ് നമ്മളെ ചെടിയെല്ലാം നശിപ്പിക്കുന്നത്. ഇത് കണ്ട ഇതപ്പോൾ ഞാൻ ദാണ്ട് ഉറുമ്പ് പൊടി ഇട്ടിരുന്നത്. ഇത് പൗഡർ ടീനിലാണ് ഉറുമ്പ് പൊടി ഇട്ടിട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് അല്പം ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ ലീഫിലും അതിൻ്റെ ചുവട്ടിലുമായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഉറുമ്പ് പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയെല്ലാം പോവും, നശിച്ചു പോവും. അപ്പോൾ ഈ ചോനന് ഇത് ഇടയ്ക്ക് എല്ലാ ചെടികളിലും ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ പുഴു ഉണ്ടെങ്കിൽ പോവാനും ഇതിനും എല്ലാത്തിനും നല്ലതാണേ. കൂട്ടുകാരെ കയ്യിൽ ഇതുപോലെ പ്ലാന്റ്സ് ഉള്ളവരെല്ലാം ഇതുപോലെയൊക്കെ ഒന്ന് നോക്കണേ. മഴ സമയമാണ്, നമ്മൾ ചിലപ്പം വെള്ളം പോലും ഒഴിക്കാൻ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ചെടിയെ പ്രത്യേകം നമ്മളൊന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പ്ലാന്റ് ഉറപ്പായിട്ടും പോകും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.